വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണ മൂന്നാക്കൽ പള്ളി. ആ പള്ളീൻ്റെ ചരിത്രവും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇവരും ഉണ്ട് നമ്മളെ പള്ളിയും കാര്യങ്ങളും, അവിടുത്തെ അരി നീർച്ച, മറ്റേ അരി കൊടുക്കണത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ പള്ളീൻ്റെ ചരിത്രമൊക്കെയാണ്. ചരിത്രം നമുക്ക് കൂടുതൽ പറയാൻ അറിയില്ല, ഇവരോട് ചോദിച്ചറിഞ്ഞൊക്കെയാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. കാരണം നമുക്ക് അതിൽ മാത്രമല്ല വയസ്സായിട്ടില്ല. ഇതൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇല്ല പള്ളിയാണ്. എന്നാൽ ഞാനിഞ്ഞേ അവിടെ മേലെ പള്ളിയിലൊക്കെ പോയി കേട്ടോ. പോണ വഴിയിൽ ഫുള്ളായിട്ട് അരിക്കച്ചവടം കേട്ടോ. ആളുകളിങ്ങനെ കജ്ജി കെട്ടിയുണ്ട് നമ്മോട് അരി വേണം അങ്ങനെ ചോദിക്കും കേട്ടോ. ഇവിടെ അതൊരു കട കണ്ടോ, പോലെ ഇറങ്ങി വന്നു നമ്മൾ ചോദിച്ചും കൈ കെട്ടിയുണ്ട്. ഈ സൈഡ് കണ്ടോ അരിക്കച്ചവടം. ഇവിടൊക്കെ കണ്ടോ അരി വേണോ എന്ന് ചോദിക്കണം. ഈ റോഡ് തിരിഞ്ഞാൽ പള്ളി വരെ ഫുള്ള് അരിൻ്റെ കച്ചവടമാണ്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങാം, എല്ലായിടത്തും ഒരു വില തന്നെയാവും. ഇവിടെ കണ്ടോ അരി 25 950 1000 ആയിക്കോട്ടെ ചോദിച്ചോളൂ. ആയിക്കോട്ടെ, നമ്പറും ബോർഡൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ പറഞ്ഞാലേ മൂന്നാക്കൽ പള്ളി എന്ന് പറഞ്ഞാൽ 900 വർഷത്തിൻ്റെ ആയിരിക്കും പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ. ഇവിടെ തന്നെ മഹാന്മാരെ അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. ഒരുപാട് പഴക്കമുള്ള മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നമ്മൾ മുഖ്യമായിട്ടും മൂന്നാക്കപ്പള്ളിക്ക് ഒരു അരി മെയിനായിട്ട് അരിയാണ് നീർച്ചാക്കൽ. നമ്മൾ ഉദ്ദേശം കരുതിയിട്ട് അത് ആശയായ അരി ഇവിടെ കൊണ്ടു കൊടുക്കുക. അതിപ്പോൾ ഒരു ഇവിടെ 3 ആഴ്ച കൂടുമ്പോൾ 18,000-ത്തിലധികം ആളുകൾക്ക് ഇവിടുന്ന് പിന്നെ അരി വിതരണം ചെയ്യുന്നുണ്ട്. മൂന്നാക്കൽ മഹല്ലുകാരുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇവിടെ 250 മഹലിൽപ്പെട്ട ആളുകളുണ്ട്. അഥവാ ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ 25ഓളം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിപ്പെട്ട ആളുകൾക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത പാലക്കാട് ജില്ലയിൽപ്പെട്ട ആളുകൾക്കുണ്ട്, മലപ്പുറം, പെരിന്തൽമണ്ണ, ഇവിടേക്ക് തിരൂര്, കൽപ്പകഞ്ചേരി ആ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ട്. 250 മഹലിൽപ്പെട്ട ആളുകൾക്ക് 18,500 കുടുംബങ്ങൾക്ക് അരി ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. 3 ആഴ്ച, ആദ്യം 2 ആഴ്ച കൂടുമ്പോഴായിരുന്നു. ഇപ്പോൾ 3 ആഴ്ച കാർഡിൻ്റെ എണ്ണം കൂടിയപ്പോൾ 3 ആളുകൾക്ക് പിന്നെ 3 ആഴ്ച കൂടുമ്പോഴാണ് വിതരണം ചെയ്യുന്നത്. 10 kg അരി വെച്ചിട്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ അരി വിതരണം. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അരി വിതരണം ചെയ്തു. ഇനി അടുത്ത ഞായറാഴ്ച അല്ലെ പിറ്റത്തെ ഞായറാഴ്ച വിതരണം ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ വളരെ കാര്യങ്ങൾ. ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മഹല്ലിൽ ആളുകൾ നീർച്ച ചെയ്യുക, ഒരു ഉദ്ദേശം വെച്ചിട്ട് നീർച്ച ചെയ്യുക. ആ നീർച്ച മുറാദ് ഹാസിലാവുമ്പോൾ അരി ഇവിടെ കൊടുന്ന് കൊടുക്കുക. ഒരു 10 kg കൊടുക്കുന്ന ആളുകളുണ്ട്. 200 ചാക്ക് അരി കൊടുന്ന ലോഡ് പാലക്കാട് ഭാഗത്ത് നിന്ന് 200 ചാക്ക് അരി ഒരു സുഹൃത്ത് ഇവിടെ കൊടുന്ന മൂപ്പര് ഉദ്ദേശം നിറവേറേണ്ട പേരിൽ അങ്ങനെ പല 5 kg 5 ചാക്ക് 10 ചാക്ക് 50 ചാക്ക് 150 200 ഒക്കെ പല രൂപത്തിൽ ആളുകൾ വന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ്. അതിൽ കളങ്കമൊന്നുമില്ല. ഒക്കെ അർഹതപ്പെട്ട ആളുകൾക്ക്. ഇപ്പോൾ നിങ്ങളെ മഹലിലേക്ക് ഒരാൾക്ക് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മഹലിൽ പറയാം, ആ മഹലിൽ സാക്ഷ്യപത്രം ഇവൻ അർഹനാണെന്നുള്ള ലെറ്റർ ഈ പള്ളിക്ക് കൊടുത്താൽ മൂന്നാക്കലെ പള്ളി ഒരു വിതരണം കാർഡ് കൊടുക്കും. അതായിട്ട് അരി കൊടുക്കാമെന്ന് വരിക, അരി മേടിച്ച് പോവുക. ഞായറാഴ്ച ദിവസം ഭയങ്കര തിരക്കായിക്കാരം അരി കൊടുക്കണമെന്ന്. അതിൽ കളങ്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ തന്നെ ഒരാൾ അവിടെ അഥവാ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാക്ക് അരി ഓലെന്തോരം നീർച്ച ചെയ്തതാണ്, ഒരു ചാക്ക് അരി വാങ്ങി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ചാക്ക് അരി വാങ്ങിയാണ്ട് പള്ളിയിൽ കൊടുക്കുകയാണ്. ഓരെന്തോ ഒരു കാര്യം ഉദ്ദേശകാര്യം ഉണ്ടാവും. അപ്പോൾ അഥവാ പോകണമെന്നില്ല, അഥവാ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കേണ്ടി വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ 50 ചാക്കലമാണ് 50 കിലോൻ്റെ ചാക്ക് കേട്ടോ. അത് വാങ്ങട്ടോ. നമ്മൾ അരി ഇവിടുന്ന് മേടിക്കുക, കടയിൽ നിന്ന് അരി മേടിക്കുക, അവിടെ കൊണ്ടുപോയി എത്തിക്കുക, റെസിറ്റ് മേടിക്കുക. അരി വിടുന്ന ആളുകൾക്ക് സലാത്തിൽ എല്ലാ ഞായറാഴ്ച അസറിന് ശേഷം മൂന്നാക്കൽ മേലെ പള്ളി സലാത്ത് ഉണ്ടാവും. ആ സലാത്തിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി ഉസ്താദ് അവിടെ ദുആ ചെയ്യും. ചില ആളുകൾ വിളിച്ച് പറച്ചിലുണ്ട്, നമ്പർ മേടിച്ചിട്ട് ഒരു വിളിച്ച് പറയും, അവിടെ നമ്മൾ കൊണ്ടിട്ട് റെസിറ്റുകൾക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ട്. നമ്മളെല്ലാം അരി വാങ്ങി, അരി വാങ്ങിയിട്ട് ഇവരെന്ത് ചെയ്യും, നമുക്ക് ആ പള്ളിയിൽ എത്തിച്ചു തരും. നമ്മളത് ഇവിടെ ഏത് കടയിൽ നിന്നും വാങ്ങാം, ഏത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ ഓരോ കൊണ്ടുവന്ന് വരും, നമ്മളെ വെളുത്താൽ വരും. നമുക്കെല്ലാം അരി വാങ്ങി. പോലെ പോണേക്ക് ഇഷ്ടം പോലെ അരിൻ്റെ കടകൾ
നമുക്കെല്ലാം അരി ഇവിടെ എടുക്കണം. ഇതുപോലെ നമ്മളെ പള്ളിയിൽ എത്തിച്ചു തരും. നമ്മളതിന് പൈസ കൊടുത്താൽ മതി. ഓലെ ഞാൻ കൊണ്ടുവന്ന് ഇറക്കി തരും. കടകളാട്ടോ, 2 സൈഡുണ്ട് കേട്ടോ. ഇതരിൻ്റെ കടയാണ്, ഇതരിൻ്റെ കടയാണ്. അങ്ങനെ ആ പള്ളി എത്തി കൊണ്ടേ നിൽക്കണം കേട്ടോ. ഇവിടെയാണ് അരി കൊടുക്കൽ. അയാളെ പോയിട്ട് പിന്നെ വന്നാണ് എടുക്കാം. അങ്ങനെ അരിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കൊടുക്കട്ടോ. ഇവിടെയാണ് അതിൻ്റെ കൗണ്ടർ. ഉള്ളു കണ്ടല്ലേ, അരിച്ചാക്കുണ്ടല്ലേ. ഇതൊക്കെയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ റേഷൻ കടമാരി അങ്ങനെ കൊടുക്കുക. അടുത്തടുത്ത അവിടെ നിന്നെടുത്ത അരി ഇവിടെ കൊണ്ടുവന്നാണ് കൊടുക്കുക. ഇവിടെയാണ് ഇതിനൊരു കൗണ്ടർ. ഇനി ഈ അരികളൊക്കെ ഇതാണ് അരിൻ്റെ ശേഖരിക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ നേർച്ച ചെയ്ത അരി ഇവിടെ കൊടുക്കാം. ഇവിടെയൊക്കെ കണ്ടില്ല ആളുകൾ അരി കൊണ്ടുവന്ന് കൊടുത്തോട്ടല്ലേ. അങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിൽ കരുതുക, ഇവിടേക്ക് അരി നേർച്ച ചെയ്യുക. ആ കാര്യം നടന്നു കഴിഞ്ഞാൽ 50 കിലോൻ്റെ ചാക്കോ 100 കിലോൻ്റെ ചാക്കോ 10 കിലോന് എത്രയും കൊടുക്കുക. ഒക്കെ അവനാനെ കഴിയണ മാതിരിയാണ്. ഇത് കുറേ കാലം പഴക്കമുണ്ട്. ഇന്നും ഇന്നലെയും സംഗതിയല്ല, കുറേ കൊല്ലങ്ങളോളം പഴക്കമുള്ള സംഗതിയാണ്. കണ്ടോ ഇവിടെ അരി ഇറക്കുക. അങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കും. ഇവിടെ കടലരി. ഇനി ഇതൊക്കെ പാവപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കുക. അതായത് ഓരോ ആളുകൾക്ക് റേഷൻ കാർഡ് മാതിരി കാർഡാണ്. ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ ഉള്ള നേരത്തെ പറഞ്ഞ മാതിരി 28,000 ആൾക്കാരാണ്. 28,000 റേഷൻ കാർഡിലുണ്ട്. കാർഡ് റേഷനല്ല കേട്ടോ, കാർഡ്. അപ്പോൾ 28,000 ആളുകൾ ഇവിടെ നിന്ന് ഇവർ കൊടുക്കുന്ന ടൈമുണ്ട്. ആ കൊടുക്കുന്ന ടൈമിന് അരി വാങ്ങി പോകും. മൊക്കെ വണ്ടികളിൽ കൊണ്ടുവന്ന് ഇറക്കലാണ് അരി കേട്ടോ. സ്ത്രീകൾക്കില്ല വൈകിട്ടോ. ഇതിലെങ്ങാട് പോയ സ്ത്രീകൾക്ക് ആ പള്ളിക്കാണ്. അതിൻ്റെ അപ്പുറത്ത് ആണുങ്ങൾക്കില്ല വൈകിട്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ വേറെ വയ്യ പോവാം. അതാണ് ആ പള്ളി കേട്ടോ. വേറെ വേറെ അരി കൊണ്ടുവന്നാണ്ട് ഇവിടെ കൊടുത്താൽ ഒരു റെസീറ്റ് കിട്ടും കേട്ടോ. അത് നമ്മൾ കയ്യിൽ വെക്കുക. ഇതാണ് നമ്മൾ അരി കൊടുത്തതിൻ്റെ റെസീറ്റ്. മൂന്നാക്കൽ പള്ളിൻ്റെ അരി കൊടുത്തതിൻ്റെ റെസീറ്റ് ഇതാട്ടോ. ഇതിൽ 50 കിലോനാണ് കൊടുത്തത്. ഇയാളാണ് നമ്മളെ ഏൽപ്പിച്ചത്. അങ്ങനെ പോവുകയാണെങ്കിൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അരി കൊടുത്തു. അതിൻ്റെ റെസീറ്റ് വാങ്ങാൻ നമ്മൾ കയ്യിൽ വെക്കുക, അത്രേ ഉള്ളൂ. ഓല് എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചേക്കും മനസ്സിൽ. അപ്പോൾ ആ കാര്യം ഓലത് നല്ല നിറവേറ്റിക്കൊണ്ടാണ് നമ്മളത് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ അത് കൊടുത്തു. ഞാൻ പള്ളി കാണിച്ചു തരാം കേട്ടോ. ആളുകൾ ഇവിടെ ഇങ്ങനെ കൊടുക്കണതോ. ഇവിടെ അരി വന്നുകൊണ്ടേ നിൽക്കണം കേട്ടോ. ഓരോ അത്ര അരി ഇവിടെ കണ്ടില്ലേ. അപ്പോൾ എത്ര അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടാവും. 28,000 കാർഡിന് ഒരു കുടുംബം കൊടുക്കണമെങ്കിൽ എത്ര അരി വേണം അവിടെ. മാസത്തിൽ 2 വട്ടമാണ് കൊടുക്കുന്നത്. അവർക്കില്ല വഴി കേട്ടോ. അപ്പുറത്ത് സ്ത്രീകൾക്കില്ല വഴി. ഇതിലിങ്ങനെ പോവാ പള്ളിക്ക്. തറക്ക് കല്ലിട്ട് പോയ പള്ളിയാ വന്നിരുന്നു. അതൊരു സത്യപ്പള്ളിയായിരുന്നു. ഇപ്പൊ സത്യം ചെയ്യല് നിർത്തി വെച്ചിക്കണു. ആൾക്കാർ കള്ളസത്യമൊക്കെ ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് അപകടം വന്നു. കുറെ കാലമായി.
ഇത് പിന്നെ 10-36 ഏക്കർ ഭൂമിയുണ്ട്. ഓരോരുത്തർ പഴയ കാലത്തുള്ള എത്ര കൊല്ലങ്ങൾക്ക് പഴക്കമുള്ള പഴയ മഹാമാരി മരിച്ച് മറവിട്ട് പോയവരാണ്. 2 ആളി 3 ആളി 7 അടി 18 അടി ഒക്കെയുള്ള ഖബറുകൾ ഇതിലുണ്ട്. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തർക്കും ഫലമുണ്ട്. 2 കൊല്ലം 3 കൊല്ലം 3 മാസം 90 ദിവസം ഓരോരുത്തരും മിമ്പറിൻ്റെ മുന്നിൽ വന്ന് ഗുണവും അന്നം വെള്ളമില്ലാതെ ഓരോ കാര്യം സാധിച്ചിട്ട് പോകുന്നവരും കുറേ കഴിഞ്ഞിട്ട് ഓരോ കാര്യം സാധിക്കുന്നവരും ഉണ്ട്. അത് പൊന്നായിട്ടും പൈസ ആയിട്ടും പെട്ടിയിലും അരിയായിട്ടും നമ്മളെ കാര്യങ്ങൾ നേടിയാൽ അവർ ഇങ്ങോട്ട് കൊടുക്കണമുണ്ട്. അപ്പോൾ അതേമാതിരി ഇവിടെ ഇരിക്കുന്ന പാവങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നേടിയാൽ നിങ്ങൾ എന്തെങ്കിലും മുറാദ് ഉണ്ടാകും അസലാങ്ങൾ നിർവ്വഹം നിങ്ങൾ അതിന് ദ്വാരിക്കാനിട്ട് അങ്ങനെ കൊടുക്കണുണ്ട്. ഞങ്ങൾ കൊടുത്തപ്പോ അപ്പോൾ ഒരാളിഞ്ഞപ്പോൾ ഓരോ ഏൽപ്പിച്ചു. ഇനി എന്താ ഒരു 50 കിലോ അരി കൊടുക്കേണ്ടി തന്നെ വേറെ ഒരാളും കൊടുത്തു. അങ്ങനെ 2 ആൾക്കും അരിയാണ് കൊടുത്തു. 50 1 കിൻഡൽ അരി കൊടുത്തു. അരിയല്ലേ ഇവിടെ പ്രധാനം അല്ലേ? അരിയാണ് പ്രധാനമായിട്ട് കൊടുക്കല്. വെട്ടിയിൽ പൈസ കൊടുക്കും നേർച്ചുള്ളത്. പിന്നെ എണ്ണ തിരി വെളിച്ചെണ്ണ ഇങ്ങനത്തെ ഒക്കെ ഞായറാഴ്ചകൾക്ക്. പിന്നെ ഇത് കപ്പായം ആൾക്ക് രോഗം ഉണ്ടെങ്കിലും ഞാൻ അഞ്ചങ്ങായി വൈകിട്ട് കഞ്ഞി വാങ്ങണമെന്ന് പറഞ്ഞാൽ ആ രോഗം ഞാൻ മരിച്ചോളാ കുട്ടികൾക്ക് ഉമ്മാക്കും മാതാക്കുണ്ടാവുക. ഇവിടെ എത്ര ആൾക്കാർ അരി വാങ്ങി പോണല്ലേ? എത്ര 18,000-28,000 കാർഡോ അല്ലേ? ഇങ്ങോട്ട് ചോദിച്ചേ 30,000-ഓളം ഉണ്ട്. ആദ്യം 15 ദിവസം കൂടുമ്പോഴേന്ന് അരി വാരിന്ന്. ഇപ്പൊ 22-ാം ദിവസം കൂടുമ്പോൾ അരി വാരി കാർഡ് എത്തിച്ചപ്പോ അരി അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. അപ്പോൾ ഈ ഒക്ടോബർ 20-നാണ് ഇവിടെ നേർച്ച കഴിഞ്ഞത്. അത് 25 100 കിൻഡല് അങ്ങനെ അരി വെച്ച് ഒരു നെയ്ച്ചോറായിട്ട് വാരി കൊടുത്തു. പിന്നെ അത് ഇങ്ങനെ പത്രത്തിനായിട്ട് ആൾക്കാർ ഓരോ രാജ്യത്തു നിന്ന് ലക്ഷങ്ങൾ ആൾക്കാർ വരും. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ നേടിയാൽ ആണും പെണ്ണും ജാതി മതം ഹിന്ദു മുസാഫ് ഇങ്ങനത്തെ ഒക്കെ മേടിച്ച് കൊടുക്കും. ജസ്റ്റ് മുസാഫ് എണ്ണ വെളിച്ചെണ്ണ അങ്ങനെയാണ് ഇവിടെ ഉടമകളായിട്ട് ചെയ്യൽ. പിന്നെ ഇപ്പോൾ അരി നമ്മളെ കഴിയണത് നമ്മൾ ഇന്നതൊന്നുമില്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത് നേർച്ച അക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അത് ഇന്നോടത്തു നിന്നില്ല. അത് മദ്രാസ് ഡൽഹി ആലുവ ലണ്ടൻ ഇങ്ങനെ അങ്ങോട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ഇവിടെ നിന്ന് ചീനിച്ചു കൊടുന്ന് കുറച്ചപ്പുറത്ത് ഇവിടെ അധികരിപ്പിക്കും. ഇതിന്റെ ഇത് ഇവിടെ പിന്നെ ഞാൻ 5 അല്ലെങ്കിൽ 10 ആയിട്ട് കഞ്ഞി വെച്ച് ആ അതിൽ ഇവിടെ മുത്ത് പൊടിഞ്ഞിട്ടുണ്ട്. സ്വർണ്ണം മുത്ത് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിന് നോക്കുമ്പോൾ ഒരു ആൾ ഇതിൽ കൂടി പോയി നേരം രാത്രി ഇതൊക്കെ എടുത്തിട്ട് ഒരു ബക്കി ആ എന്താടി ഇത് കാട്ടണമെന്ന് ചോദിച്ചു. എന്താടി ഇത് കാട്ടണമെന്ന് വെച്ചേക്ക് പിന്നെ ഈ മുത്തുമില്ല ഓളയൊക്കെ ഇല്ല. പോകാൻ പറ്റൂല. അത് വേണ്ട നിങ്ങൾ ഞാൻ ഈ പൈസേ നിങ്ങൾ 4 ആളും പാടേ ഓരിച്ചോളൂ. ഞാൻ അവിടെ അടുത്ത് പോകണല്ലോ കേട്ടോ. ഇഞ്ഞെന്തേലൊക്കെ വരണ്ടേ? ഏതെങ്കിലും കാലത്ത് വരണ്ട കേട്ടോ. നമ്മളെ ആ പെണ്ണാണാ പറയണത്. ആ പെണ്ണിൽ ഓരി കൊടുക്കണ്ട നിങ്ങള്. ആ വന്നോളാം. ഇനി പോകുമ്പോ കൊടുത്തായി. ഇനി ഇവിടെ നിന്ന് വിളിച്ചതാക്കണ്ട. അതെ പോകാൻ നേരത്തെ നിങ്ങൾ കൊണ്ടേ കൊടുത്തോളൂ. ആ ലോരി കൊണ്ടേ കൊടുത്തോളേ. കഴിഞ്ഞാൽ എല്ലാവരും അവസ്ഥ തന്നെയാണ് അല്ലേ? ആരും ഇല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ അങ്ങനെ നടക്കണുണ്ട്. ഏതെങ്കിലും കാലത്ത് നമ്മൾ എവിടെയെങ്കിലും ബുക്കോ എവിടെയെങ്കിലും വല്ല പള്ളിക്കലോ അമ്പലത്തെങ്കിലോ എവിടെയെങ്കിലും പോയിരിക്കുമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മളെ ചോരത്തിളപ്പാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്താണ് അവസ്ഥ ഒന്നും പറയില്ല അല്ലേ? കാരണം നിങ്ങളെ നല്ല പങ്കാളിത്തം എങ്ങനെ നടത്തുന്ന ആൾക്കാരാവും അല്ലേ? അതേപോലെ തന്നെ നല്ല മനുഷ്യന്മാരെ കാര്യമാണ് പറയാൻ പറ്റില്ല. എന്താ കുഴപ്പമൊന്നുമില്ല. ഇവിടെ തണുപ്പത്ത് അല്ലേ പള്ളിത്തോടിലെ കബറല്ലത് അല്ലേ? ഹംസ മുസ്ലിയാരകത്തല്ലേ? നിങ്ങളെ കുടുംബമാണ് നിങ്ങളെ അതോ ആ കബറല്ലേ? ആ ആ കബറല്ലേ? പൊളിഞ്ഞടി കാറ്റ് മയം വന്നപ്പോ കാപ്പി ഉണ്ട് ഇന്നൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഇവിടെ ഒന്ന് വൈക്കോലാണ് പിന്നൊക്കെ ചിച്ചുണ്ട്. പിന്നെ ഏതെങ്കിലും കാലത്തൊക്കെ ഇതിൽ വരികയാണെങ്കിലേ അങ്ങനെ പള്ളിക്കലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മടങ്ങുകയാണ്.
ഓട്ടോട്ടോ അസ്സലാമു അലൈക്കും. ഇവിടെ ഒരു മുണ്ടാൻ പറ്റാത്ത ഒരാളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മുണ്ടാൻ പറ്റാത്ത ഒരാളുണ്ട്. അയാൾക്ക് മറ്റുള്ള മാതിരി ചോദിച്ച് വാങ്ങാനൊന്നും കഴിയൂല. പാവാണ്. ഇവിടെ വരുമ്പോൾ ഓരോരുത്തർ 50 100 എന്തെങ്കിലുമൊക്കെ കജ്ജിലില്ല ചില്ലറൊക്കെ ചിലപ്പം കൊടുക്കേണ്ടി. പാവങ്ങളാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോരുത്തർ ആൾക്കാരനുസരിച്ചൊക്കെ ചിലപ്പോൾ നല്ലോണം കിട്ടും, ചിലപ്പോൾ അല്ലാണ്ട് കിട്ടില്ല. ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നതിനനുസരിച്ചാണ് വില വരുമാനം. എല്ലാവരും കൊടുക്കണം കേട്ടോ. ഞാൻ വളരെ ഈ കാണുന്ന ആൾക്ക് ഒന്നും ഉണ്ടാകാൻ വയ്ക്കൂല, ചോദിച്ചാലും വയ്ക്കൂല, താളം കാട്ടാനേ വയ്ക്കുള്ളൂ. ഇവിടെ എല്ലാവർക്കൊക്കെ കൊടുത്തേക്കുണ്ട്, എല്ലാവർക്കും കൊടുത്തു. 6 ആളുണ്ടായിരുന്നു, 6 ആൾക്കും കൊടുത്തേക്കണം. കൊടുത്തതിൻ്റെ വലിയത് പറയല്ല. അപ്പം വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയെന്ന് പറയാം.